അതൊരു വെള്ളിയാഴ്ച രാത്രിയായിരുന്നു. ഞാനും എന്റെ കൂട്ടുകാരൻ അർജുനും സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. തിയേറ്ററിൽ നിന്ന് പുറത്ത് ബസ് സ്റ്റോപ്പ് എത്തിയപ്പോഴേക്കും അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. ബസ്സുകളില്ല, ഓട്ടോറിക്ഷകളില്ല, വേറെ മനുഷ്യരാരുമില്ല. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവിടുന്ന് ഏകദേശം 6 കിലോമീറ്റർ ദൂരമുണ്ട്. ഞങ്ങൾ നടക്കാൻ തന്നെ തീരുമാനിച്ചു. ആ റോഡ് രാത്രിയിൽ വല്ലാതെ നിശബ്ദമാണ്. ഒരു വശത്ത് വിജനമായ പാടങ്ങൾ, മറുവശത്ത് അങ്ങിങ്ങായി നിൽക്കുന്ന മരങ്ങളും തകർന്ന മതിലുകളും. ഞങ്ങൾ മാത്രമായിരുന്നു ആ റോഡിൽ. ഏകദേശം 15 മിനിറ്റ് നടന്നു കാണും. പെട്ടെന്നാണ് ഞങ്ങൾ അത് കണ്ടത്. റോഡരികിൽ ഒരു നിഴൽ, നിലത്തിരിക്കുന്ന ഒരു നായയെപ്പോലെ തോന്നിയത്. ചുറ്റുമുള്ള ഇരുട്ടിനേക്കാൾ കറുത്തതായിരുന്നു ആ രൂപം. ഞങ്ങളുടെ നടത്തത്തിന്റെ വേഗത കുറഞ്ഞു. അർജുൻ വളരെ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, "അതിനെ നോക്കണ്ട." ഞങ്ങൾ അത് ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ നടന്നു. അതിനടുത്തെത്തിയപ്പോൾ അത് ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നി. കുറച്ച് ചുവടുകൾ കൂടി മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങൾ അത് കേട്ടു. ചിറകടിക്കുന്ന വലിയ ശബ്ദം. ഞങ്ങൾ രണ്ടുപേരും മുകളിലേക്ക് നോക്കി. ഞങ്ങളുടെ മുകളിൽ മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ശബ്ദം ഉണ്ടാക്കാൻ അവിടെ ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ തിരിഞ്ഞു നോക്കി. ആ നായ ഇരുന്ന സ്ഥലം ശൂന്യമാണ്. ഞങ്ങൾ നടത്തത്തിന്റെ വേഗത കൂട്ടി. പെട്ടെന്ന് ഞങ്ങൾ അതിനെ വീണ്ടും കണ്ടു. മറ്റൊരു കറുത്ത രൂപം. ഇത്തവണ ഒരു മതിലിന് മുകളിലാണ് അതിരിക്കുന്നത്. വീണ്ടും ഒരു നായയെ പോലെ തോന്നിക്കുന്ന രൂപം. പക്ഷെ അതിന്റെ കണ്ണുകൾ അവ ചുവന്നിരുന്നു. കത്തുന്ന കനൽ പോലെ മങ്ങിയ ചുമപ്പ്. ഇത്തവണ അതിന്റെ തല ചെറുതായി അനങ്ങി. അത് ഞങ്ങളെ പിന്തുടരുകയാണോ? എന്റെ നെഞ്ചെടുപ്പ് കൂടി. നടന്നു, നിർത്തണ്ട, ഞാൻ മന്ത്രിച്ചു. ഞങ്ങൾ ഓടിയില്ല, സംസാരിച്ചുമില്ല, വെറുതെ നടന്നുകൊണ്ടേയിരുന്നു. പിന്നെയും ആ ചെറുകടി ശബ്ദം കേട്ടു. ഇത്തവണ കൂടുതൽ അടുത്തും ഉച്ചത്തിലും. മുന്നിൽ വലിയൊരു മരമുണ്ടായിരുന്നു. അതിന്റെ ചില്ലകൾ നഖങ്ങൾ പോലെ റോഡിലേക്ക് നീണ്ടു നിൽക്കുന്നു. ഞങ്ങൾക്ക് അതിനടിയിലൂടെ കടന്നു പോയേ മതിയാകൂ. അതിന്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു. കാരണം ആ മരച്ചില്ലയിൽ എന്തോ ഒന്നിരിക്കുന്നു, ഒരു നായയെ പോലെ. പക്ഷെ നായക്കൾ മരത്തിൽ കയറാറില്ലല്ലോ. അത് അവിടെ പതുങ്ങിയിരിക്കുകയാണ്. ഞങ്ങളെ തന്നെ നോക്കി. അതിന്റെ കൈകാലുകൾ വല്ലാതെ നീളം കൂടിയതായിരുന്നു. വായ ഒരു നായയുടെ പോലെ വലുതാണ്. അതിന്റെ കണ്ണുകൾ തിളങ്ങുന്ന ചുവപ്പ് നിറം. ഇത്തവണ ഞങ്ങൾക്ക് അതിന്റെ ശ്വാസോച്ഛ്വാസം കേൾക്കാമായിരുന്നു. ഒരു ചെന്നായെ പോലെ, വിശപ്പടക്കാൻ കാത്തിരിക്കുന്ന ഭീകര രൂപം പോലെ. ഒരു നായ എങ്ങനെ മരത്തിൽ കയറും? അർജുൻ വിറങ്ങലോടെ ചോദിച്ചു. ഞാൻ മറുപടി പറഞ്ഞില്ല. കാരണം അതിലും ഭീകരമായ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അതൊരു സാധാരണ നായേക്കാൾ എത്രയോ വലുതാണ്. ഞങ്ങൾ കൃത്യം ആ ചില്ലയുടെ താഴെ എത്തിയപ്പോൾ ആകാശത്തെ വെളിച്ചത്തിൽ എനിക്കതിന്റെ രൂപം വ്യക്തമായി കാണാമായിരുന്നു. പെട്ടെന്ന് അതിന്റെ പുറംഭാഗത്ത് നിന്ന് എന്തോ വിടർന്നു. ചിറകുകൾ, വവ്വാലിന്റെ ചിറകുകൾ പോലെ വലിയ ചിറകുകൾ. അതിന്റെ ശരീരം വികസിച്ചു. തല വിചിത്രമായ രീതിയിൽ ചരിഞ്ഞു. എന്നിട്ടത് ഒരു ശബ്ദമുണ്ടാക്കി. ഞങ്ങൾ ഓടി. ഞാൻ പിന്നിലേക്ക് നോക്കിയില്ല. ജീവനം കൊണ്ട് ഓടി. പിന്നിൽ ആ ചെറുകടി ശബ്ദം കൂടുതൽ അടുത്തേക്ക് വരുന്നു. പെട്ടെന്ന് അർജുന്റെ ഒരു നിലവിളി ഞാൻ കേട്ടു. എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്തൊരു നിലവിളി. ഞാൻ ഒരു നിമിഷം തിരിഞ്ഞു നോക്കി. ഞാൻ കണ്ടു, അന്തരീക്ഷത്തിൽ ചിറകുകൾ വെളുത്തു നിൽക്കുന്ന ആ ഭീകര രൂപം അർജുനെ റാഞ്ചി എടുത്തുകൊണ്ടിരിക്കുന്നു. അടുത്ത നിമിഷം അവർ ഇരുട്ടിലേക്ക് മറന്നു. ഞാൻ ഓട്ടം നിർത്തിയില്ല. എത്ര നേരം ഓടിയെന്ന് എനിക്കറിയില്ല. എന്റെ കാഴ്ച മങ്ങി. ശരീരം തളർന്നു. ഞാൻ ബോധരഹിതയായി വീണു. കണ്ണു തുറക്കുമ്പോൾ നേരം വെളുത്തിരുന്നു. ചുറ്റും വെളുത്ത സീലിംഗും ആശുപത്രിയിലെ ഗന്ധവും. ഒരു പോലീസ് ഓഫീസർ എന്റെ അരികിൽ നിൽപ്പുണ്ടായിരുന്നു. റോഡരികിൽ ബോധരഹിതയായി കിടന്ന എന്നെ അവർക്ക് കിട്ടിയതാണ്. രക്തക്കറകളോ കാൽപ്പാടുകളോ ഒന്നുമില്ല. അർജുനെ മാത്രം കാണാനില്ല. അരികിലെ ടേബിളിലിരുന്ന പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞ് മടങ്ങിയ യുവാവിനെ കാണാനില്ല. അതിൽ അർജുന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ജീവിയെക്കുറിച്ച് ഞാൻ അവരോട് പറയാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ ആ ഷോക്കിൽ എന്തൊക്കെയോ പറയുകയാണെന്ന് അവർ കരുതി. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. മൃതദേഹമോ തെളിവുകളോ ഒന്നുമില്ല. അതൊരു മിസ്സിംഗ് കേസായി മാത്രം അവശേഷിച്ചു. പക്ഷെ ഇന്നും എന്നെ പേടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ വെള്ളിയാഴ്ച രാത്രിയിലും കൃത്യം 12 മണി കഴിയുമ്പോൾ എന്റെ വീടിന് പുറത്ത് ഞാൻ ആ ശബ്ദം കേൾക്കാറുണ്ട്. ചിലപ്പോൾ ധൈര്യം സംഭരിച്ച് ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കും. അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് മുകളിൽ ഒരു നിഴലിരിക്കുന്നത് കാണും. ആ ചുവന്ന കണ്ണുകൾ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. അന്ന് രാത്രി അത് ഒരാളെ മാത്രമേ കൊണ്ടുപോയുള്ളൂ. ഇനി എന്റെ ഊഴമാണ്. സമയം രാത്രി 11:30. ഞാൻ ജോലി കഴിഞ്ഞ് വരാൻ ലേറ്റായി. ഞാൻ ഈ അപ്പാർട്ട്മെന്റിലേക്ക് മാറിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. ഇവിടെ കുറച്ച് റെന്റ് കുറവാണ്. കുറച്ച് കഷ്ടപ്പെട്ട് കണ്ടെത്തിയതാണ് ഈ അപ്പാർട്ട്മെന്റ്. അപ്പാർട്ട്മെന്റിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞുവെന്ന് തോന്നുന്നു. ലൈറ്റൊന്നും കാണുന്നില്ല. ഞാൻ ലിഫ്റ്റിൽ കയറി. എൻ്റെ ഫ്ലോർ 12 ആണ്. ഞാൻ ആ ബട്ടൺ പ്രസ് ചെയ്തു. ലിഫ്റ്റ് 4ാം നില എത്തിയപ്പോൾ ഒന്ന് നിന്നു. വാതിൽ തുറന്നു. പുറത്താരുമില്ല. ഇരുട്ട് മാത്രം. ഞാൻ ക്ലോസ് ബട്ടൺ അമർത്തി. പക്ഷേ ലിഫ്റ്റ് 5ാം നിലയിലും 6ാം നിലയിലും നിന്നു. ഓരോ തവണ വാതിൽ തുറക്കുമ്പോഴും പുറത്ത് ആരുമില്ല. എനിക്ക് ചെറിയ പേടി തോന്നി തുടങ്ങി. ഞാൻ ഒറ്റയ്ക്കാണോ ഈ ലിഫ്റ്റിൽ? ഒടുവിൽ 12ാം നില എത്തിയപ്പോൾ ലിഫ്റ്റ് നിന്നു. വാതിൽ തുറക്കുന്നതിന് തൊട്ടു മുന്നേ ഞാൻ ലിഫ്റ്റിൽ കണ്ണാടിയിൽ ഒന്ന് നോക്കി. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. എൻ്റെ തൊട്ടു പിന്നിലായി മുടി അഴിച്ചിട്ട ഒരു സ്ത്രീ രൂപം. ഞാൻ പെട്ടെന്ന് പേടിച്ച് തിരിഞ്ഞു നോക്കി. പക്ഷേ പുറകിൽ ആരുമില്ല. ലിഫ്റ്റ് അപ്പോഴേക്കും ഓപ്പണായി. എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ ധൈര്യം ഉണ്ടായില്ല. ഞാൻ എൻ്റെ റൂം ലക്ഷ്യമാക്കി ഓടി. പക്ഷെ എൻ്റെ തൊട്ടു പിന്നാലെ ആരോ പിന്തുടരുന്നത് പോലെ തോന്നുന്നു. ഇത്രയും നല്ലൊരു കഥ പറഞ്ഞിട്ടും നിങ്ങൾ എന്താ എന്നെ ഫോളോ ചെയ്യാത്തത്? ഞാൻ എങ്ങനെയോ താക്കോലെടുത്ത് ഡോർ തുറന്നു. അകത്ത് കയറി വാതിലടച്ചു. കുറച്ചു നേരം എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അങ്ങനെ നിന്നു. ആരോ എൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ ഇതെല്ലാം ആലോചിച്ച് എപ്പോഴോ ഉറങ്ങിപ്പോയി. പിന്നെ ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടാണ് ഞാൻ ഉണരുന്നത്. നോക്കുമ്പോൾ എൻ്റെ കട്ടിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. ഞാൻ പെട്ടെന്ന് എഴുന്നേക്കാൻ നോക്കി. പക്ഷെ പറ്റുന്നില്ല. എൻ്റെ കൈകാലുകൾ അനങ്ങുന്നില്ല. ഞാൻ ഒച്ച വെക്കാൻ നോക്കി. പക്ഷെ എൻ്റെ തൊണ്ടയിൽ നിന്ന് ശബ്ദം വരുന്നില്ല. പെട്ടെന്ന് ആ സ്ത്രീ എന്നെ തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് ഞാനത് കാണുന്നത്. അവൾക്ക് കണ്ണുകളില്ല.
പകരം അവിടെ 2 കുഴികൾ മാത്രം. അവളുടെ കൈകൾ എൻ്റെ നേരെ നീണ്ടു. ആ കൈകൾ എൻ്റെ കഴുത്തിൽ അമർന്നു. എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. നേരം വെളുത്തിരുന്നു. ഓ, അതൊരു സ്വപ്നമായിരുന്നു. ഞാൻ ഒന്നും മനസ്സിലുറപ്പിച്ചു. ഇതിനെപ്പറ്റി ആരോടെങ്കിലും തിരക്കണം. അങ്ങനെ ഞാൻ റെഡിയായി ഓഫീസിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് അപ്പുറത്തെ ഫ്ലാറ്റിൻ്റെ ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടത്. എന്നാൽ അവിടെ ആരോടെങ്കിലും ചോദിക്കാമെന്ന് കരുതി ഞാൻ അങ്ങോട്ട് ചെന്നു. പക്ഷെ അവിടെ ആരെയും കാണുന്നില്ല. ഞാൻ വിളിച്ചു നോക്കി, ആരും വന്നില്ല. ഞാൻ തിരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ചത് ഭിത്തിയിൽ ഒരു ഫാമിലി ഫോട്ടോ മാലയിട്ട് വെച്ചിരിക്കുന്നത് കാണുന്നത്. അതെന്താണ് ഒരു ഫാമിലി ഫോട്ടോയെ മാലയിട്ട് വെച്ചിരിക്കുന്നത്? ഇവരെല്ലാവരും മരിച്ചു പോയവരാണോ? എന്തായാലും ഞാൻ അവിടെ നിന്നിറങ്ങി. താഴെ സെക്യൂരിറ്റിയെ കാണാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ലിഫ്റ്റിൻ്റെ അടുത്തെത്തി. എങ്ങനെയോ ധൈര്യം സംഭരിച്ച് ലിഫ്റ്റിൽ കയറി താഴെ ഇറങ്ങി. സെക്യൂരിറ്റി ഇരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ സെക്യൂരിറ്റിയെ കാണുന്നില്ല. അപ്പോഴാണ് സെക്യൂരിറ്റിയുടെ ടേബിളിലിരിക്കുന്ന പത്രം കാണുന്നത്. അതിലെഴുതിയിരിക്കുന്ന ന്യൂസ് ഞാൻ വായിച്ചു. ഇന്നലെ രാത്രിയിൽ ഉണ്ടായ ബൈക്ക് ആക്സിഡന്റിൽ ഒരു യുവതി മരണപ്പെട്ടിരിക്കുന്നു. അതിൽ എന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. കൂട്ടുകാരെ, നെഞ്ചെടുപ്പ് കൂട്ടുന്ന കിടിലൻ ആനിമേറ്റഡ് ഹൊറർ സ്റ്റോറീസ് ആണ് ഞങ്ങൾ ഓരോ ആഴ്ചയും നിങ്ങൾക്കായി എത്തിക്കുന്നത്. ഇതിനു പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡെവിൾ ഇൻസൈഡ് മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കണും പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഏറ്റവും ടോപ്പ് ഫ്ലോറായ 4th ഫ്ലോറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ ആ കൂടി 4 പേഷ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 3 പേർ ഇന്ന് ഡിസ്ചാർജായി. അതുകൊണ്ട് ഈ ഫ്ലോറിൽ എന്നെ മാത്രമേ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുള്ളൂ. പ്രായമായ ഒരു മുത്തശ്ശിയും ഞാനും മാത്രമേ ഉള്ളൂ ഈ ഫ്ലോറിൽ. 10 മണിക്ക് ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു മുത്തശ്ശിക്ക്. അതെടുക്കാനായി ഞാൻ മുറിയിലേക്ക് ചെന്നു. അപ്പോൾ മുത്തശ്ശി എന്നോട് ചോദിച്ചു, ആ നിൽക്കുന്ന ആൾക്ക് ചോറ് കൊടുത്തോ? ഞാൻ ചോദിച്ചു, ആർക്കാ മുത്തശ്ശി? ആ ജനലിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് എന്ന് മുത്തശ്ശി പറഞ്ഞു. ഞാൻ തിരിഞ്ഞ് ജനലിൻ്റെ അടുത്തേക്ക് നോക്കി. അവിടെ ആരെയും കണ്ടില്ല. മുത്തശ്ശിക്ക് വെറുതെ തോന്നിയതാവും, ഞാൻ മറുപടി പറഞ്ഞു. അല്ല മോളെ, ആ ജനലിൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. അയാൾക്ക് നല്ല വിശപ്പുണ്ട്, എന്തേലും കൊടുക്ക്. ഞാൻ പിന്നെയും തിരിഞ്ഞു നോക്കി. അവിടെ എങ്ങും ആരുമില്ല. പ്രായത്തിൻ്റെ ഓരോ തോന്നലുകളായിരിക്കുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നടന്നു. പെട്ടെന്നാണ് ഗ്ലാസ്സിൽ എന്തോ സ്ക്രാച്ച് ആവുന്ന പോലെ ഒരു ശബ്ദം ഞാൻ കേട്ടത്. ഒന്നുകൂടെ വിൻഡോയിലേക്ക് നോക്കി. ഞാനത് കണ്ട് ഞെട്ടിപ്പോയി. ജനൽ ചില്ലകളിൽ മഞ്ഞു മൂടിയതുപോലെ, അതിൽ 5 വിരൽപ്പാടുകൾ, ആരോ മാന്തിയതുപോലെ. ഞാൻ പേടിച്ച് പുറകിലോട്ട് മാറി. അകത്ത് ഞങ്ങൾ 2 പേരുമേ ഉള്ളൂ. പുറത്തൊരാൾ നിൽക്കണമെങ്കിൽ അത് വായുവിൽ നിൽക്കണം. അതെങ്ങനെ സാധിക്കും? ഞാൻ പെട്ടെന്ന് തിരിഞ്ഞോടാൻ ശ്രമിച്ചു. പക്ഷെ മുത്തശ്ശി എൻ്റെ കൈക്ക് പിടിച്ചു. എന്നിട്ടൊരു വല്ലാത്ത ചിരിയോടുകൂടി പറഞ്ഞു, മോളെ, അയാൾ അകത്ത് കയറി. ഞാൻ പേടിയോടെ തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും റിസപ്ഷനിൽ ഫോൺ റിങ് ചെയ്തു. ഞാൻ അറ്റൻഡ് ചെയ്തു. താഴത്തെ ഫ്ലോറിൽ നിന്നായിരുന്നു. ഒരു എമർജൻസി. അവിടെ സ്റ്റാഫ് കുറവായതുകൊണ്ട് എൻ്റെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ താഴെ പോയിട്ട് തിരിച്ച് എൻ്റെ ഫ്ലോറിലെത്തി. ഞാൻ വന്നപ്പോൾ മുത്തശ്ശി റിസപ്ഷനിലിരിക്കുന്നു. എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഇപ്പോൾ ഉറങ്ങാനുള്ള സമയമല്ലേ? ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു. എന്നിട്ട് മുത്തശ്ശിയും കൊണ്ട് ഞാൻ റൂമിലോട്ട് നടന്നു. റൂമിൻ്റെ വാതിൽ തുറന്നു. ബെഡിൻ്റെ അടുത്തെത്തിയപ്പോൾ മുത്തശ്ശി ബെഡിൽ കിടക്കുന്നു. ഞാൻ പേടിച്ച് വിറങ്ങലിച്ചു പോയി. അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നത് ആരാണ്? അന്ന് വീട്ടിൽ ഞാനും എൻ്റെ അനിയത്തിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനും അമ്മയും ഒരു കല്യാണത്തിന് പോയതായിരുന്നു. രാത്രി ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. മഴ പെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഞാൻ മുകളിലെ നിലയിലിരുന്ന് പഠിക്കുകയാണ്. പെട്ടെന്ന് താഴെ നിന്ന് അമ്മയുടെ ശബ്ദം ഞാൻ കേട്ടു. മോളെ, ഒന്ന് താഴേക്ക് വരുമോ? എനിക്ക് അത്ഭുതം തോന്നി. അച്ഛനും അമ്മയും പുലർച്ചെ വരുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഞാൻ വേഗം എഴുന്നേറ്റ് വാതിൽ തുറന്നു. സ്റ്റെയർകേസിൻ്റെ അടുത്തേക്ക് നടന്നപ്പോൾ വീണ്ടും കേട്ടു അതേ വിളി, മോളെ വേഗം വാ. അമ്മയുടെ അതേ ശബ്ദം. പക്ഷെ ആ ശബ്ദത്തിൽ വല്ലാത്തൊരു തണുപ്പ് കലർന്നതുപോലെ. ഞാൻ പതുക്കെ പടികൾ ഇറങ്ങാൻ തുടങ്ങി. താഴത്തെ ഹാളിൽ വെളിച്ചമില്ല. ഇരുട്ട് താരോ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ലാസ്റ്റ് സ്റ്റെപ്പും ഇറങ്ങി താഴത്തെത്തി. അടുക്കളയുടെ ഭാഗത്തു നിന്നാണ് വിളി വരുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് നടക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് എൻ്റെ മുറിയിലെ വാതിൽ തുറന്ന് അനിയത്തി ഓടി വന്ന് എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. അവൾ പേടിച്ച് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ എൻ്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു, ചേച്ചി, അങ്ങോട്ട് പോകരുത്. ഞാനും കേട്ടു അമ്മയുടെ ആ വിളി. പക്ഷേ അവൾ അത് മുഴുവയ്ക്കും മുമ്പേ അവളുടെ കയ്യിലിരുന്ന ഫോൺ ബെല്ലടിച്ചു. സ്ക്രീനിൽ നോക്കിയപ്പോൾ ഞാൻ തളർന്നുപോയി. അമ്മയാണ് വിളിക്കുന്നത്. അമ്മ ഫോണിലൂടെ പറഞ്ഞു, മോളെ, മഴ കാരണം ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. വണ്ടി കിട്ടുന്നില്ല. നിങ്ങൾ വാതിലെല്ലാം അടച്ച് കിടന്നുറങ്ങണം കേട്ടോ. അമ്മ ഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ തൊട്ട് മുന്നിലെ ഇരുട്ടിൽ നിന്ന് ആ ശബ്ദം വീണ്ടും വന്നു. മോളെ, എന്താ വരാത്തത്? ഞാൻ ഫോണിലെ ടോർച്ച് ആ ഇരുട്ടിലേക്ക് അടിച്ചു. അവിടെ അമ്മയായിരുന്നില്ല. എൻ്റെ അതേ ഉയരമുള്ള, എൻ്റെ അതേ വസ്ത്രം ധരിച്ച ഒരു രൂപം. അതിൻ്റെ മുഖം വ്യക്തമായിരുന്നില്ല. പക്ഷേ ആ രൂപം പതുക്കെ തല ഉയർത്തി എന്നെ നോക്കി ചിരിച്ചു. അമ്മയുടെ ശബ്ദത്തിൽ അത് വീണ്ടും പറഞ്ഞു, നീ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ഞങ്ങൾ 2 പേരും മുകളിലേക്ക് ഓടിക്കയറി. മുറി പൂട്ടി. നേരം വെളുക്കുന്നിടം വരെ ആ വാതിലിന് പുറത്ത് ആരോ മാന്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കേട്ടു. ഇടയ്ക്കിടെ എൻ്റെ തന്നെ ശബ്ദത്തിൽ അത് വിളിക്കുന്നുണ്ടായിരുന്നു, വാതിൽ തുറക്കൂ, എനിക്ക് തണുക്കുന്നു.
ഞാൻ പാർട്ട് ടൈമായിട്ട് ഡെലിവറി ജോബ് ചെയ്യുകയാണ്. ഇന്നൊരു മോശം ദിവസമായിരുന്നു. അധികം ഡെലിവറി ഒന്നും കിട്ടിയില്ല. സമയം 11 എന്നാൽ പിന്നെ തിരിച്ച് റൂമിൽ പോകാമെന്ന് വെച്ചപ്പോഴാണ് ആ നോട്ടിഫിക്കേഷൻ വന്നത്. ഒരു കേക്കാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, പക്ഷെ നല്ല കമ്മീഷൻ കാണിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇതൂടെ എടുക്കാമെന്ന് വെച്ചു. ഇന്നത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാമല്ലോ. അങ്ങനെ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ഞാൻ കേക്ക് കളക്ട് ചെയ്ത് അങ്ങോട്ട് യാത്ര തിരിച്ചു. ലൊക്കേഷൻ എടുക്കും തോറും റോഡ് വിജനമായി തുടങ്ങി. വീടുകളും സ്ട്രീറ്റ് ലൈറ്റുകളും കുറഞ്ഞു. ഒരു ഗ്രാമപ്രദേശം പോലെയായി. പിന്നീട് അങ്ങോട്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നുമില്ല. കുറ്റാക്കൂരിട്ട്. റോഡിൽ എൻ്റെ ബൈക്കിൻ്റെ വെളിച്ചം മാത്രം. പെട്ടെന്ന് കുറച്ച് പട്ടികൾ കുറിച്ചുകൊണ്ട് എൻ്റെ ബൈക്കിൻ്റെ പിന്നിലേക്ക് ഓടി വന്നു. ഞാൻ പേടിച്ച് ബൈക്കിൻ്റെ സ്പീഡ് കൂട്ടി. കുറച്ചു ദൂരം ചെന്നപ്പോൾ അവറ്റകൾ അവിടെ നിന്നു. എന്നിട്ട് എന്നെ നോക്കി കുരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ബൈക്കിൻ്റെ മിററിൽ അത് കണ്ടത്. എൻ്റെ പിന്നിൽ ആരോ ഇരിക്കുന്നു. ആ പട്ടികൾ അത് കണ്ടിട്ടാണ് കുരച്ചത്. ഞാൻ പെട്ടെന്ന് പേടിച്ച് ബൈക്ക് നിർത്തി തിരിഞ്ഞു നോക്കി. പക്ഷെ എൻ്റെ പിന്നിൽ ആരും കാണുന്നില്ല. എൻ്റെ ബൈക്കിൻ്റെ മിറർ നോക്കി. ഇപ്പോൾ ആരെയും കാണുന്നില്ല. ഇനി എനിക്ക് തോന്നിയതായിരിക്കും. ഞാൻ മനസ്സിൽ സമാധാനിച്ചു. ഞാൻ ഫോണിൽ മാപ്പ് നോക്കി. ഡെലിവറി ചെയ്യേണ്ട ലൊക്കേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു വീടും കാണുന്നില്ല. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഗേറ്റ് കാണുന്നു. ചിലപ്പോൾ അവിടെ വീടുണ്ടായിരിക്കും. അത് കരുതി ഗേറ്റ് തുറന്നു. ഞാൻ അകത്തേക്ക് നടന്നു. ഒന്നും കാണാൻ വയ്യ. മൊത്തം ഇരുട്ട്. ഞാൻ എൻ്റെ മൊബൈൽ ടോർച്ച് ഓൺ ചെയ്തു. അകത്തേക്ക് നടന്നു. പക്ഷെ വീടൊന്നും കാണുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഇടിയും മിന്നലും വന്നത്. ആ മിന്നലിൻ്റെ വെളിച്ചത്തിൽ ഞാൻ കണ്ടു, ഞാൻ നിൽക്കുന്നത് ഒരു സെമിത്തേരിയിലാണ്. എനിക്ക് പേടിയായി. ഞാൻ പെട്ടെന്ന് തിരിച്ചു നടന്നു. പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. എൻ്റെ കേക്ക് ഡെലിവറി ചെയ്യാതെ പോവുകയാണോ എന്നായിരുന്നു മെസ്സേജ്. ഞാൻ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. അപ്പോൾ അത് എൻ്റെ അടുത്ത് എവിടെയോ ഇരുന്ന് റിങ് ചെയ്യുന്നത് ഞാൻ കേട്ടു. ആ ശബ്ദം കേട്ട ദിശയിലേക്ക് നടന്നു. ഒരു കല്ലറയ്ക്ക് മുകളിൽ ഒരു ഫോൺ ഇരിക്കുന്നു. ഞാൻ ചുറ്റും നോക്കി. ആരെയും കണ്ടില്ല. അപ്പോഴാണ് ആ കല്ലറയിൽ എഴുതിയിരുന്ന പേര് ശ്രദ്ധിച്ചത്. അത് എൻ്റെ പേരായിരുന്നു. മരിച്ച ഡേറ്റ് ഇന്നത്തെ ഡേറ്റുമായിരുന്നു. അതെ, അത് എനിക്കായുള്ള കല്ലറയായിരുന്നു. രാത്രി 11 മണി. മഴ ചാറുന്നുണ്ടായിരുന്നു. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി വിജനമായ ആ ബസ് സ്റ്റോപ്പിൽ ഞാൻ തനിച്ചായിരുന്നു. ഞാൻ എത്തുന്നതിന് മുൻപേ ബസ് പോയിരുന്നു. ഇനി അടുത്ത ബസ് 12 മണിക്കേ ഉള്ളൂ. എൻ്റെ ഫോൺ ചാർജ് തീർന്ന് ഓഫായിപ്പോയി. പെട്ടെന്നാണ് ദൂരെ നിന്നൊരു ബസ് വരുന്നത് കണ്ടത്. ഈ റൂട്ടിൽ ഈ സമയത്ത് ബസ് ഉണ്ടാവേണ്ടതല്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. വണ്ടി അടുത്ത് വന്നപ്പോൾ കണ്ടു, അതൊരു പഴയ മോഡൽ ബസ്സാണ്. ബോർഡിലെ അക്ഷരങ്ങൾ മങ്ങിയിരുന്നു. ബസ്സിനകത്ത് വെളിച്ചം തീരെ കുറവായിരുന്നു. സീറ്റുകളിൽ ആൾക്കാരുണ്ട്, പക്ഷെ എല്ലാവരും കുനിഞ്ഞിരിക്കുകയാണ്. ആരും പരസ്പരം മിണ്ടുന്നില്ല. ഞാൻ അവസാനത്തെ സീറ്റിൽ പോയിരുന്നു. ബസ്സിനകത്ത് വല്ലാത്ത തണുപ്പുണ്ടായിരുന്നു. മഴയുടെ ആയിരിക്കും. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ തൊട്ടടുത്ത സീറ്റിലിരുന്ന ആളെ ഒന്ന് ശ്രദ്ധിച്ചു. അയാൾ ഒരു പുതപ്പ് കൊണ്ട് ശരീരം മുഴുവൻ മൂടിയിരിക്കുകയാണ്. ചേട്ടാ, സമയം എത്രയായി? ഞാൻ അയാളോട് ചോദിച്ചു. പക്ഷെ അയാൾ ഒന്നും മിണ്ടിയില്ല. എന്തിന്? ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഞാൻ വീണ്ടും ചോദിച്ചു. അപ്പോൾ അയാൾ പതുക്കെ തല ഉയർത്തി. ഞാൻ അത് കണ്ട് ഭയന്ന് വിറച്ചുപോയി. പുതപ്പിനുള്ളിൽ മുഖമില്ലായിരുന്നു. വെറും പൊള്ളയായ ഒരു കുഴി മാത്രം. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. മുന്നിലുള്ള സീറ്റുകളിലേക്ക് നോക്കി. അവിടെ ഇരുന്നവരെല്ലാം ഒരേ സമയം എന്നെ തിരിഞ്ഞു നോക്കി. ആർക്കും മുഖമില്ല. അവരുടെ കൈകൾ എൻ്റെ നേരെ നീണ്ടുവന്നു. നിനക്ക് വേണ്ടിയായിരുന്നു ഞങ്ങൾ കാത്തിരുന്നത്, എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ നിലവിളിച്ചുകൊണ്ട് ബസ്സിൻ്റെ വാതിലിൻ്റെ അടുത്തേക്ക് ഓടി. പക്ഷെ അവിടെ വാതിലില്ലായിരുന്നു. ബസ്സിന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് വണ്ടി റോഡിലൂടെ അല്ല പോകുന്നത്, മറിച്ച് കനത്ത മൂടൽമഞ്ഞിലൂടെ ആകാശത്തിലേക്ക് ഉയരുകയാണ്. അടുത്ത ദിവസം രാവിലെ പത്രത്തിലൊരു വാർത്ത വന്നു. 10 വർഷം മുമ്പ് ഇതേ ദിവസം കൊക്കയിലേക്ക് മറിഞ്ഞ ബസ്സിന്റെ അവശിഷ്ടങ്ങൾക്കടിയിൽ നിന്നും തിരിച്ചറിയാനാകാത്ത ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇന്ന് എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ്. സമയം അർദ്ധരാത്രി 12 മണി കഴിഞ്ഞു. ICUവിൽ ഒരു എമർജൻസി കേസ് വന്നപ്പോഴാണ് ആ മരുന്ന് തീർന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. അതെടുക്കാൻ ഇപ്പോൾ താഴത്തെ നിലയിലുള്ള പഴയ സ്റ്റോർ റൂമിലേക്ക് പോകണം. സ്റ്റോർ റൂമിലേക്കുള്ള വരാന്ത വളരെ ശൂന്യമാണ്. എപ്പോഴും ഇവിടെ എങ്ങനെയാണ്? വല്ലാത്തൊരു ശ്വാസം മുട്ടുന്ന നിശബ്ദത. സ്റ്റോർ റൂമിന്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറിയപ്പോൾ അതിനുള്ളിൽ മരുന്നിന്റെയും പൊടികളുടെയും ഒരിടകലർന്ന ഗന്ധമായിരുന്നു. ദൈവമേ, എന്തിരുട്ടാണിവിടെ! ലൈറ്റ് സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല. നിറയെ മാറാലകളും പൊടിയുമാണ്. പണ്ട് എപ്പോഴും ഉപേക്ഷിച്ച പോലെ. ഞാൻ എൻ്റെ ഫോണിൻ്റെ ടോർച്ച് വെളിച്ചത്തിൽ മാറാലകൾക്കും പൊടി പിടിച്ച മരുന്ന് ബോക്സുകൾക്കും ഇടയിലൂടെ മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് ഒരു വല്ലാത്ത ശബ്ദം.
ഭിത്തിയിൽ ആരോ നഖം കൊണ്ട് മാന്തുന്ന പോലൊരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാൻ ടോർച്ചടിച്ചു. അവിടെ വലിയൊരു ചിലന്തി ഇരിക്കുന്നു. അയ്യോ, ഇതെന്ത് സാധനമാണ്? സാധാരണ ചിലന്തിയല്ല ഇത്, വളരെ വലുതാണ്. ഭയം കൊണ്ട് എൻ്റെ കൈകൾ വിറയ്ക്കുന്നു. പക്ഷെ എനിക്ക് ആ മരുന്ന് എടുത്തേ പറ്റൂ. ഹെഡ് നേഴ്സ് ഇപ്പോൾ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. ധൈര്യം സംഭരിച്ച് ഞാൻ പതുക്കെ റാക്കിനടുത്തേക്ക് നീങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഭിത്തിയിലേക്ക് നോക്കുന്നുണ്ട്. അത് അവിടെ തന്നെയുണ്ട്. ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി. ചിലന്തി അവിടെ തന്നെ ഉണ്ടോ എന്ന് അറിയാനായി ഒന്നുകൂടി നോക്കി. അയ്യോ, അതിനെ കാണുന്നില്ല. എവിടെ പോയത്? ഭിത്തിയിൽ കാണുന്നില്ല. എൻ്റെ തലയ്ക്ക് മുകളിലാണോ അതോ എൻ്റെ തൊട്ട് പിന്നിലോ? എനിക്കിവിടെ നിൽക്കാൻ പേടിയാകുന്നു. വേഗം മരുന്നെടുത്ത് ഓടണം. ഓ ഭാഗ്യം, ഇതാണ് ആ മരുന്ന്. ഇതെടുത്ത് ഉടനെ എനിക്ക് ഡിസംബറിലെ കൊടും തണുപ്പുള്ള ഒരു രാത്രി. മൂന്നാറിലേക്കുള്ള അവസാനത്തെ KSRTC ബസ് കട്ടപ്പന ബെല്ലിട്ട് കൊടും കാടിനുള്ളിലൂടെ നീങ്ങുകയായിരുന്നു. ആ ബസ്സിൽ എന്നെ കൂടാതെ 4 പേർ മാത്രം. ഡ്രൈവർ, കണ്ടക്ടർ, പിന്നെ 2 യാത്രക്കാരും. പെട്ടെന്നാണ് ഒരു വലിയ കുലുക്കത്തോടെ എഞ്ചിൻ നിലച്ചത്. കാടിന്റെ ഭീകരമായ നിശബ്ദത ബസ്സിലേക്ക് അരിച്ചു കയറി. ഇതെന്ത് പറ്റി? ഞാൻ ഭയത്തോടെ ചോദിച്ചു. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, എഞ്ചിൻ ഓഫായി, വണ്ടി സ്റ്റാർട്ടാകുന്നില്ല, ഞാനൊന്ന് നോക്കട്ടെ. അയാൾ ടോർച്ചും എടുത്ത് പുറത്തിറങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞു. ഡ്രൈവർ തിരിച്ചു വന്നില്ല. ബസ്സിലുള്ളവർ പരിഭ്രമിച്ചു. കണ്ടക്ടറോട് ഞാൻ ചോദിച്ചു, ചേട്ടാ, ഡ്രൈവർ എവിടെ പോയി? ഒന്ന് നോക്ക്. കണ്ടക്ടർ പുറത്തിറങ്ങി. ബസ്സിന് ചുറ്റും നോക്കി. ഡ്രൈവർ ഇല്ല. ടോർച്ച് നിലത്ത് വീണ് കിടക്കുന്നു. പക്ഷേ അയാളുടെ ഒരു അടയാളവുമില്ല. കണ്ടക്ടർ തിരികെ വന്ന് പേടിയോടെ പറഞ്ഞു, ഇവിടെ റേഞ്ച് ഇല്ല. നമുക്ക് കുറച്ചു ദൂരം മുന്നോട്ട് നടന്നാൽ ഒരു ചെറിയ ടൗൺ ഉണ്ട്. ഒരു പക്ഷേ ഫോൺ സിഗ്നൽ കിട്ടിയേക്കാം. അവിടെ നിന്ന് ആരെയെങ്കിലും വിളിക്കാം. അങ്ങനെ ഞങ്ങൾ കാടിന്റെ നടുവിലൂടെ നടക്കാൻ തുടങ്ങി. കുറച്ച് നടന്നപ്പോഴേക്കും കാടിനുള്ളിൽ നിന്ന് ഏതോ ജീവിയുടെ മുരൾച്ച കേട്ടു. അതും വളരെ അടുത്ത്. ഈ കാട്ടിൽ എന്തൊക്കെ ജീവികളുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇനി ഡ്രൈവറെ വല്ല പുലിയോ മറ്റോ പിടിച്ചതാണോ? കണ്ടക്ടർ ടോർച്ച് കാടിനുള്ളിലേക്ക് തെളിച്ചു. മരങ്ങൾക്കിടയിൽ ചുവന്നു തിളങ്ങുന്ന ഒരു ജോഡി കണ്ണുകൾ. ഓടിക്കോ, ബസ്സിലേക്ക് തിരിച്ചു പോവാം, കണ്ടക്ടർ നിലവിളിച്ചു. ഞങ്ങൾ ബസ്സിനുള്ളിലേക്ക് ഓടിക്കേറി. വാതിലുകൾ അടച്ചു. എല്ലാവരും കിതക്കുകയാണ്. പെട്ടെന്നാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പാസഞ്ചർ മിസ്സിംഗ് ആണ്. പെട്ടെന്ന് ബസ്സിന് മുകളിൽ നിന്ന് ഒരു വലിയ ശബ്ദം. ബസ്സൊന്ന് ആടി ഉലഞ്ഞു. ബസ്സിന് മുകളിലേക്ക് എന്തോ ഭാരമുള്ള വസ്തു വീണതുപോലെ. എല്ലാവരും പേടിച്ച് ബസ്സിന്റെ ഒരു ഭാഗത്തേക്ക് മാറി. കണ്ടക്ടർ എന്താണെന്നറിയാൻ ടോർച്ചടിച്ച് ജനാലയിലൂടെ നോക്കി. അപ്പോഴാണ് സംഭവിച്ചത്. ഒരു വലിയ കൈ അയാളെ മുകളിലേക്ക് വലിച്ചുകൊണ്ടുപോയി. മനുഷ്യനുമായി സാമ്യമുള്ള എന്നാൽ ദേഹമാസകലം രോമങ്ങളുള്ള എന്തോ ഒരു ജീവി. ഒരു ചെന്നായ മനുഷ്യനെ പോലെ. കൂടെ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ അലറി വിളിച്ചു, എനിക്ക് വയ്യ, എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല, അത് എന്നെയും പിടിക്കും. അയാൾ സമനില തെറ്റിയവനെ പോലെ ബസ്സിന്റെ വാതിൽ തുറന്ന് ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു. നിമിഷങ്ങൾക്കകം അയാളുടെ ദയനീയമായ നിലവിളി കാടിനെ പിടിച്ചു കുലുക്കി. ഞാൻ തകർന്നു പോയി. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. എന്തു ചെയ്യും? പുറത്തിറങ്ങിയാൽ അത് എന്നെയും കൊല്ലും. അകത്തിരുന്നാൽ രക്ഷയില്ല. ഞാൻ ശ്വാസം അടക്കി വെച്ച് ബസ്സിനുള്ളിൽ പതുങ്ങിയിരുന്നു. പക്ഷേ ബസ്സിനുള്ളിൽ വല്ലാത്തൊരു ഗന്ധം പടർന്നു. ഞാൻ പതുക്കെ തലയുയർത്തി നോക്കി. ബസ്സിൽ ഏറ്റവും പുറകിലെ സീറ്റിൽ നിന്ന് ഒരു നിഴൽ പതുക്കെ ഉയർന്നു വന്നു. നീണ്ട നഖങ്ങളും തറവാട്ടിലെ ഉത്സവത്തിന് പോയതായിരുന്നു ഞാൻ. കവലയിൽ ബസ് ഇറങ്ങിയപ്പോൾ നേരെ ഒരുപാട് വൈകിയിരുന്നു. വീട്ടിലേക്ക് നടക്കണമെങ്കിൽ ആ വിജനമായ പാടവരമ്പിലൂടെയും പിന്നെ ആ പഴയ കാവിനടുത്തുള്ള പാലമരച്ച വീട്ടിലൂടെയും കടന്നു പോകണമായിരുന്നു. പാലമരത്തിന് അടുത്ത് ചെന്നപ്പോൾ അന്തരീക്ഷത്തിൽ പെട്ടെന്നൊരു മാറ്റം. പാലപ്പൂവിന്റെ അതികഠിനമായ ഗന്ധം, തലയ്ക്ക് പിടിക്കുന്ന മണം, എങ്ങു നിന്നോ ഒരു നേർത്ത കൊലുസിന്റെ ശബ്ദവും. ഞാൻ ചുറ്റും നോക്കി. ആരുമില്ല. പെട്ടെന്ന് ആ മരച്ചുവട്ടിൽ ഒരു സ്ത്രീ രൂപം നിൽക്കുന്നത് ഞാൻ കണ്ടു. വെളുത്ത വസ്ത്രം, നീണ്ട മുടി. അവൾ അടുത്തേക്ക് വരുന്തോറും ആ പാലപ്പൂ മണം സഹിക്കാനാവാത്തത്ര കൂടി വന്നു. ആരാ ഈ സമയത്ത് എന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, അവളുടെ കാലുകൾ നിലത്ത് തൊടുന്നില്ല. അവൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. ആ ചിരി കണ്ട് എന്റെ ചോര കുറഞ്ഞുപോയി. ഞാൻ പേടിച്ച് ഓടാൻ തുടങ്ങി. പെട്ടെന്ന് ദൂരെ എങ്ങോ ഒരു ക്ഷേത്രത്തിൽ ശംഖ് മുഴങ്ങി. അതോടെ ആ രൂപം മാഞ്ഞുപോയി. ഞാൻ എങ്ങനെയൊക്കെയോ വീട്ടിൽ ഓടിയെത്തി. ഞാൻ നടന്നത് വീട്ടുകാരോട് പറഞ്ഞു. പക്ഷെ അതൊക്കെ എന്റെ തോന്നലാണെന്ന് പറഞ്ഞ് വീട്ടുകാർ എന്നെ ആശ്വസിപ്പിച്ചു. ഞാനും അത് വിശ്വസിച്ചു. രാത്രി ഞാൻ എൻ്റെ മുറിയിൽ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്നൊരു കൊലുസിന്റെ ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു. ഞാൻ ചുറ്റും നോക്കി. ആരുമില്ല. പക്ഷെ എൻ്റെ മുറിയിലാകെ ഇപ്പോൾ കഠിനമായ പാലപ്പൂവിൻ്റെ ഗന്ധമാണ്. മുറിയിലാകെ ആ പാലപ്പൂ മണം പടരുകയാണ്. ഞാൻ കണ്ണുകൾ മുറുക്കെ അടച്ചു. പക്ഷെ ആ കൊലുസിന്റെ ശബ്ദം എൻ്റെ തൊട്ടടുത്ത് കേൾക്കാം. എൻ്റെ കട്ടിലിന് താഴെ നിന്ന് നീളമുള്ള ഒരു വെളുത്ത കൈ പതുക്കെ ഉയർന്നു വന്നു. പെട്ടെന്ന് ആ കൈ എൻ്റെ കൈകളിൽ അമർത്തി മാന്തി. ഭ്രാന്ത് പിടിച്ചതുപോലെ ഞാൻ താഴെ കൂടി. ഉമ്മർത്ത് അച്ഛനിരിപ്പുണ്ടായിരുന്നു. ഞാൻ കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛ, ആ പാലമരത്തിൽ ഏശി എന്നെ വിടുന്നില്ല. അവൾ എൻ്റെ മുറിയിലുണ്ട്. അച്ഛൻ പതുക്കെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഇരുട്ടിൽ അച്ഛൻ്റെ കണ്ണുകൾക്ക് പകരം 2 കത്തുന്ന തീപ്പൊരികൾ ഞാൻ കണ്ടു. അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവൾ ഒറ്റയ്ക്കല്ല വന്നത്, ഞങ്ങൾ 2 പേരും കൂടിയാ വന്നത്. കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം.
ഞാനൊരു കഥ പറയട്ടെ. ഇതൊരു ഹൊറർ സ്റ്റോറിയാണേ. അതൊരു വെക്കേഷൻ സമയമായിരുന്നു. ഞാൻ എന്റെ ഹോസ്റ്റലിൽ നിന്ന് ചേട്ടന്റെ വീട്ടിലോട്ട് പോവുകയായിരുന്നു. ചേട്ടൻ ഒരു വീട് വാങ്ങിച്ചു. അതൊരു പഴയ വീടാണേ. ഞാൻ ആദ്യമായിട്ടാണ് ആ വീട് കാണാൻ പോകുന്നത്. ഒരു മലയോര ഗ്രാമത്തിലാണ് ആ വീട്. എന്റെ ബസ് ആ ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരുവിധം ഞാൻ ആ വീടിന്റെ മുൻപിലെത്തി. ഒരു വിജനമായ പ്രദേശം, അവിടെ ഒരു വലിയ വീട്. ഞാൻ ബെല്ലടിച്ചു. ആരും വാതിൽ തുറന്നില്ല. ഞാൻ മൊബൈൽ എടുത്ത് ചേട്ടനെ വിളിച്ചു. അപ്പോഴാണ് അറിയുന്നത് അവർ പുറത്തു പോയേക്കുവാണ്. വരാൻ കുറച്ച് വൈകും. ഞാൻ വരുമെന്നറിയാവുന്നതുകൊണ്ട് താക്കോൽ ഇവിടെ വെച്ചിട്ടാണ് പോയേക്കുന്നത്. അങ്ങനെ ആ താക്കോലൊക്കെ തപ്പിയെടുത്ത് ഞാൻ അകത്ത് കയറി. പഴയ ഒരു വലിയ വീട്, കുറെ ഫർണിച്ചറും ഉണ്ട്. ഞാൻ ഇങ്ങനെ ഓരോന്നും കണ്ടുവരുമ്പോഴേക്കും കറണ്ട് അങ്ങ് പോയി. ഭാഗ്യത്തിന് ഒരു മെഴുകുതിരിയും തീപ്പെട്ടിയും കിട്ടി. അങ്ങനെ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തുണി കൊണ്ട് മൂടിയ ഒരു പ്രതിമ കാണുന്നത്. ഞാൻ പതിയെ അതിന്റെ അടുത്തേക്ക് നടന്നു. അപ്പോഴേക്കും എന്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ചേട്ടനായിരുന്നു അത്. അവർ അവിടുന്ന് പുറപ്പെട്ടു എന്നും 20 മിനിറ്റിനുള്ളിൽ എത്തുമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഈ വീടൊക്കെ ചുറ്റി കാണുമായിരുന്നു. പിന്നെ ഇവിടെ എന്താ ഒരു പ്രതിമ തുണി കൊണ്ട് മൂടിയിട്ടിരിക്കുന്നത്? അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഏത് പ്രതിമ? ആ വീട്ടിൽ ഒരു പ്രതിമയും ഇല്ലല്ലോ. അത് പറഞ്ഞപ്പോഴേക്കും ഫോണിന്റെ ബാറ്ററി തീർന്നു. സ്വിച്ച് ഓഫ് ആയിപ്പോയി. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പേടിച്ചു നിന്നു. ഒരുവിധം ധൈര്യം സംഭരിച്ച് ആ തുണി മാറ്റി നോക്കാൻ ഞാൻ തീരുമാനിച്ചു. ധൈര്യം സംഭരിച്ച് അതിന്റെ അടുത്തേക്ക് ചെന്നു. ആ മൂടിയിട്ടിരിക്കുന്ന തുണി മാറ്റി നോക്കാനായി ഞാൻ ആ തുണിയിൽ തൊട്ടപ്പോഴേക്കും പെട്ടെന്ന് ആ തുണി താഴേക്ക് വീണു. അവിടെ ആരുമില്ല. അപ്പോൾ ഞാൻ കണ്ട രൂപം എന്തായിരുന്നു? ഇനി എനിക്ക് തോന്നിയതായിരുന്നോ? അപ്പോഴേക്കും പുറത്തൊരു കാർ വന്നു നിന്നു. ചേട്ടനും ഫാമിലിയും എത്തി. അപ്പോഴേക്കും കരണ്ടും വന്നു. നീ ഏത് പ്രതിമയുടെ കാര്യമാണ് പറഞ്ഞത് എന്ന് ചേട്ടൻ ചോദിച്ചു. അതെനിക്ക് തോന്നിയതായിരുന്നു, ഇരുട്ടല്ലായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിച്ചു കിടന്നു. രാത്രി ഒരു 2 മണിയായി കാണും. പുറത്തുനിന്ന് എന്തോ സൗണ്ട് കേട്ടാണ് ഞാൻ ഉണർന്നത്. ജനൽ ഞാൻ അടയ്ക്കാൻ മറന്നുപോയിരുന്നു. അത് അടയ്ക്കാനായി ജനലിന്റെ അരികിൽ എത്തിയപ്പോഴാണ് പുറത്താരോ നിൽക്കുന്നത് പോലെ ഒരു കറുത്ത രൂപം. അതിന്റെ തിളങ്ങുന്ന കണ്ണുകൾ എന്നെ നോക്കുന്നത് പോലെ. ഞാൻ എന്റെ മൊബൈൽ ടോർച്ച് ഓൺ ആക്കി നോക്കി. അവിടെ ആരുമില്ല. ഞാൻ ജനൽ അടച്ചിട്ട് വീണ്ടും കിടന്നു. പക്ഷെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. വല്ലാത്ത ദാഹം. ഞാൻ പതിയെ താഴെ അടുക്കളയിലേക്ക് പോയി. ഫ്രിഡ്ജ് തുറന്ന് വെള്ളം കുടിച്ചു. അപ്പോൾ എന്റെ അരികിൽ ആരോ നിൽക്കുന്നത് പോലെ. തിരിഞ്ഞു നോക്കാൻ എനിക്ക് പേടി. ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ഞാനിപ്പോൾ കോളേജ് ഹോസ്റ്റലിലാണ്. ഇന്ന് മുതൽ കോളേജ് അവധിയാണ്. ഇന്ന് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഞാൻ കണ്ടത് ഒരു സ്വപ്നമായിരുന്നോ? അതോ ഞാൻ മരിച്ചിട്ട് വീണ്ടും ജനിച്ചതോ? ഇതൊരു ടൈം ലൂപ്പാണോ? ഇനി നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂട്ടുകാരെ, നെഞ്ചെടുപ്പ് കൂട്ടുന്ന കിടിലൻ ആനിമേറ്റഡ് ഹൊറർ സ്റ്റോറീസ് ആണ് ഞങ്ങൾ ഓരോ ആഴ്ചയും നിങ്ങൾക്കായി എത്തിക്കുന്നത്. ഇതിനു പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡെവിൾ ഇൻസൈഡ് മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കണും പ്രസ് ചെയ്യാൻ മറക്കല്ലേ.